ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അരോമിക് ഹെയർബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമുണ്ട്, നമ്മുടെ മോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മോൾഡ് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മോൾഡ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് മോൾഡുകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള മോൾഡുകൾ കേട്ടോ. ഇതൊക്കെ സിലിക്കോൺ ടൈപ്പിൽ വരുന്ന സിലിക്കോണിൻ്റെ മോൾഡുകളില്ലേ, അതാണ് ഇതെല്ലാം. ഏകദേശം ഇത്രയും ടൈപ്പ് മോൾഡ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഏകദേശം ഇത്രയും ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പാണ്. ഇത്രയും മോൾഡുകൾ എൻ്റെ കയ്യിലുണ്ട്. ആദ്യം നമുക്ക് ഈ മോൾഡ് നോക്കാം. ഇതൊരു ആപ്പിളിൻ്റെ ഷേപ്പിൽ വരുന്നൊരു മോൾഡാണ് കേട്ടോ. ഈ ഒരു മോൾഡിൽ നമ്മൾ മെൽറ്റ് ആൻഡ് പോർ ടൈപ്പ് സോപ്പില്ലേ, ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടുള്ള, ഞാൻ അധികം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിലിക്കോൺ മോൾഡ് അധികം യൂസ് ചെയ്യാറുള്ളത്. പിന്നെ കുഞ്ഞു കുഞ്ഞു സോപ്പൊക്കെ നമ്മുടെ കാസ്റ്റിക് സോഡ വെച്ചിട്ട് ചെയ്യുന്ന സോപ്പ് ചെറിയ ചെറിയ മോൾഡിൽ ചെയ്യും കേട്ടോ. ഇത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോൾഡാണ്, സിലിക്കോണിൻ്റെ മോൾഡ്. നമുക്കിങ്ങനെ പിടിച്ചിങ്ങനെ ആക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വെയിറ്റിലായിരിക്കില്ല സോപ്പ് കിട്ടുക. കുറച്ചധികം തൂക്കം വരുന്നുണ്ട് കേട്ടോ. 100 ഗ്രാമിൽ കൂടുതൽ, ഒരു അറൗണ്ട് ഒരു 150 അങ്ങനെ അത്രയും വെയിറ്റ് വരുന്ന സോപ്പൊക്കെയാണ് എനിക്ക് ആ ഒരു മോൾഡിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കാറില്ല. അടുത്ത മോൾഡ് ഇതാണ്. ഇതൊരു റോസ് പൂവിൻ്റെ ഒരു ആകൃതിയിൽ, ഒരു ഷേപ്പിൽ വരുന്ന ഒരു മോൾഡാണ് കേട്ടോ. നമുക്ക് നല്ല വലിയ സോപ്പൊക്കെ കിട്ടും. ഒരു 100 ഗ്രാമൊക്കെ വെയിറ്റ് വരുന്ന സോപ്പ് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു മോൾഡ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സിലിക്കോൺ മോൾഡിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, കാസ്റ്റിക് സോഡ വെച്ചിട്ടുള്ളത് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എടുക്കുന്ന സമയത്ത് ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. അത് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മൾ കാസ്റ്റിക് സോഡ വെച്ചിട്ട് ഇന്ന് നിങ്ങൾ ഇതിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 2 ദിവസം അങ്ങനെ വിടുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ ഉള്ളിൽ കണ്ടോ ആ ഒരു ഷേപ്പിൻ്റെ ആ ഒരു സംഭവം, അതിലൊക്കെ ഇങ്ങനെ സോപ്പ് പോയി ഇരുന്നിങ്ങനെ നിൽക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം വെക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നിങ്ങൾ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ നമ്മുടെ കാസ്റ്റിക് സോഡ വെച്ചിട്ടുള്ള സോപ്പ് കിട്ടുന്നതാണ് കേട്ടോ. മെൽറ്റ് ആൻഡ് പോർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ മോൾഡ് എന്ന് പറയുന്നത്. അടുത്ത മോൾഡ് ഇതാണ്. ഇതൊരു നമ്മുടെ ശരിക്കും ഇത് നമ്മുടെ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സിലിക്കോൺ മോൾഡുകൾ. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫേഷ്യൽ ബോംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പിന്നെ അതേപോലെ സാമ്പിൾ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മോൾഡുകൾ വാങ്ങിക്കാം കേട്ടോ. ചോക്ലേറ്റ് മോൾഡാണ് ശരിക്കും ഇത്. അപ്പോൾ ഇതേപോലൊരു ചോക്ലേറ്റ് മോൾഡ് കൂടെ എൻ്റെ കയ്യിലുണ്ട്. അതിനുള്ളിൽ കുഞ്ഞു കുഞ്ഞൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോപ്പ് മെൽറ്റ് ആൻഡ് പോർ അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ആ കുഞ്ഞു കുഞ്ഞു ഡിസൈനും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്ത് എടുക്കാനും പറ്റും. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. ഒരു ട്രിപ്പിൽ ഇത്രയും സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ സാമ്പിൾ കൊടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഫേഷ്യൽ ബോംബ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു മോൾഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത മോൾഡ് വന്നിട്ട് ഇതാണ്. ഇതും ഒരു ചോക്ലേറ്റ് മോൾഡാണ്. ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരുന്നൊരു മോൾഡാണ് കേട്ടോ. ഇതും ഞാൻ പറഞ്ഞതുപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ പുറകിൽ കാണുന്ന അത്രയും ഒരു കട്ടിയിൽ നമുക്ക് സോപ്പ് കിട്ടുന്നതാണ് കേട്ടോ. അത്രയും വീതിക്ക് നമുക്ക് സോപ്പ് കിട്ടും. പുറകിൽ കാണുന്ന ആ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് നമുക്ക് സോപ്പ് കിട്ടുക. ഫേഷ്യൽ ബോംബ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സാമ്പിൾ സോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ പോക്കറ്റ് സോപ്പില്ലേ, നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഒരു മോൾഡാണ് അത്. അപ്പോൾ ആ കാര്യത്തിനാണ് ഞാൻ ആ 2 മോൾഡ്, ചോക്ലേറ്റ് മോൾഡ് 2 യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ
ഇതാണ് അടുത്ത മോൾഡ്. ഇത് വന്നിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു മോൾഡാണ്. നമ്മൾ സോപ്പ് ചെയ്തിട്ട് അത് ഡിമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് ആ ഒരു സോപ്പിൻ്റെ മേലെ വന്നിരിക്കും. നല്ല ഭംഗിയാണ്. ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു മോൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. മീഷോന്ന് വാങ്ങിയതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഫ്ലെക്സിബിളാണ്, നല്ല വീതിക്കുള്ള സോപ്പ് നമുക്ക് കിട്ടണമുണ്ട്. നല്ല ഡിസൈൻ ആയിട്ടുള്ള സോപ്പാണ് നമുക്ക് കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഇനി അടുത്ത മോൾഡ് ഇതൊരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ തന്നെ വരുന്നതാണ്. കുറച്ചുകൂടി വലുതാണ് കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് മോൾഡ് കാണിച്ചതുപോലെയല്ല, ഇതും ശരിക്കും നമുക്ക് ചോക്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു മോൾഡാണ്. കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ സിലിക്കോൺ മോൾഡൊക്കെ അധികം എല്ലാവരും സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹാർട്ടിൻ്റെ ഷേപ്പാണ്. ഒരു ഡയമണ്ട് ഫിനിഷിങ് വരുന്ന ഒരു മോൾഡാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്, നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിങ്ങനെ മിസ്സായി പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മുടെ അടുത്ത മോൾഡ് എന്ന് പറയുന്നത് ഇതും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന മോൾഡാണ് കേട്ടോ. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോൾഡാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. നമുക്ക് 6 നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി സോപ്പ് കിട്ടും കേട്ടോ. ഇത്രയും വീതി ഉള്ള സോപ്പാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഉറപ്പൊന്നുമില്ല, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സോപ്പിൻ്റെ മോൾഡാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രയും വീതിയുള്ള സോപ്പ് നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ മെൽറ്റ് ആൻഡ് പോർ ചെയ്തെടുക്കാനും അതേപോലെ കാസ്റ്റിക് സോഡ വെച്ചിട്ട് ചെയ്യാനും പറ്റും. കാസ്റ്റിക് സോഡ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം, ഒരു 2 ദിവസമെങ്കിലും അവിടെ വെച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു മോൾഡ് ഇതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മോൾഡായിരുന്നു ഇത്. ചെറിയ റോസ് പൂവിൻ്റെ ഷേപ്പിൽ വരുന്ന മോൾഡാണ്. പക്ഷേ ഇതിലൊരു മിസ്സിങ് സംഭവിച്ചു പോയി. ഇത് നനവ് തട്ടിയിട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ മേലെ മൊത്തം ഫംഗസ് പോലെ വന്നിരുന്നു, ഫുൾ ബ്ലാക്ക് കളറിൽ. അപ്പോൾ ഇനി നമുക്കിത് ഒന്നിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് മാറ്റി നിർത്താനേ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഇത് പോകുന്നേ ഇല്ല. ഞാൻ ഒരുപാട് തവണ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ഞാൻ ഇതിൽ കുഞ്ഞു കുഞ്ഞു സോപ്പ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. മെൽറ്റ് ആൻഡ് പോറും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കാസ്റ്റിക് സോഡ വെച്ചിട്ടുള്ള സോപ്പും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ട് അതിൻ്റെ മേലെ മൊത്തം എങ്ങനെ നോക്കിയിട്ടും അത് ക്ലീൻ ആവുന്നില്ല. അപ്പോൾ ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ഈ ഒരു മോൾഡിൽ ഞാൻ ഫേഷ്യൽ ബോംബാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. കുഞ്ഞു സോപ്പാണ്. അത്യാവശ്യം ഒരു 30 ഗ്രാം അതിൽ താഴെയൊക്കെ ആയിട്ടാണ് നമുക്കിതിൽ സോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിലിക്കോൺ മോൾഡിൻ്റെ ഒരു ഫോൾട്ട് ഉണ്ട്. എല്ലാ സിലിക്കോൺ മോൾഡിനും ഒരു ഫോൾട്ട് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. നിങ്ങളൊന്ന് കേട്ട് നോക്കണം എന്താണെന്നുള്ളത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിനി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത മോൾഡ്. ഇതാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മോൾഡായിരുന്നു. ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് അത്രയും സോപ്പ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിന് പറ്റില്ല. പകരം വേറെ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചെടുക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത മോൾഡ് നോക്കാം. കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഇന്നിതാ ഞാൻ പുതിയൊരു മോൾഡൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കാസ്റ്റിക് സോഡ വെച്ചിട്ടുള്ള നമ്മുടെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മോൾഡാണ് കേട്ടോ. ഇത് ഞാൻ കുറേ ആയി ഞാനിങ്ങനെ മൈൻഡിലിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കണു. ഇതേപോലൊരു മോൾഡ് വാങ്ങണം എന്ന്. നമുക്ക് സോപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നീളത്തിനുള്ളൊരു സോപ്പിൻ്റെ മോൾഡ് വാങ്ങിക്കണം എന്നിങ്ങനെ കുറേ ആയി വിചാരിക്കുന്നു. അങ്ങനെ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മോൾഡ് കേട്ടോ. അപ്പോൾ ഇത്രയും ടോട്ടൽ ഇപ്പോൾ എനിക്ക് ഇത്രയും മോൾഡുകളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മോൾഡാണ്. അതിൻ്റെ വുഡൻ ഫ്രെയിം വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് സോപ്പ് ഇതിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കിനി ഇതിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ് കേട്ടോ. മോൾ ഭാഗത്ത് നമുക്ക് അടിപൊളി ഡിസൈനൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മോൾഡ്. കണ്ടോ, ഇങ്ങനെയുള്ള ഫ്രെയിമോട് കൂടിയിട്ടുള്ള മോൾഡ് വാങ്ങണമെന്ന് ഞാൻ കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇതാണ് നമ്മുടെ പുതിയ മോൾഡ്. ഇനി നമുക്ക് ഈ ഒരു മോൾഡിൽ സോപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഡിസൈനൊക്കെ ചെയ്തിട്ട് വേണം സോപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോ വൈകാതെ തന്നെ വരുന്നതാണ് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക.
നമ്മുടെ സിലിക്കോൺ മോൾഡിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഫോൾട്ട് ഞാൻ പറയുകയാണ്. ഈ ഒരു വുഡൻ ടൈപ്പിൽ വരുന്ന മോൾഡ് മാറ്റി നിർത്തി ബാക്കി എല്ലാ സിലിക്കോൺ മോൾഡിലും നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റായിട്ടുള്ള അളവിൽ നമുക്ക് സോപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു സെയിം ആയിട്ടുള്ള ഒരു മോൾഡ് തന്നെ ആണെങ്കിലും കൂടെ നമുക്ക് കിട്ടുന്ന സോപ്പിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കറക്റ്റായിട്ടിരിക്കും. ഓരോ സോപ്പിനും ഓരോരോ അളവിലാണ് നമുക്ക് കിട്ടുക. വെയിറ്റിന് വ്യത്യാസം വരുന്നുണ്ട്. ഇതെനിക്ക് കോമൺ ആയിട്ടുള്ളൊരു ഫോൾട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മോൾഡുകളൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ശരിക്കും നിങ്ങൾക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സോപ്പാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് മോൾഡൊക്കെ വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പുറമെ കൊടുക്കുന്നതിനോടാണ് ഇത്രയും മോൾഡ് വാങ്ങി വെച്ചത്. വീട്ടിലെ യൂസേഴ്സിനാണെങ്കിൽ മോൾഡിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും നല്ല വൃത്തിയുള്ള പാത്രത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പേപ്പർ കപ്പില്ലേ, അതിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.